താമരശ്ശേരി കൈതപ്പൊയിലെ ഹസ്നയുടെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം TP വധക്കേസ് പ്രതി കൊടിസുനിയിലേക്കും നീളുകയാണ്. ഒപ്പം താമസിച്ചിരുന്ന ആദിൽ എന്ന യുവാവിന് ഹസ്ന അയച്ച ശബ്ദ സന്ദേശത്തിലാണ് കൊടിസുനിയെക്കുറിച്ച് പരാമർശിക്കുന്നത്. ലഹരി ഇടപാടുകൾ വെളിപ്പെടുത്തുമെന്നും കൊടിസുനി മുതൽ ഷിബു വരെ കുടുങ്ങുമെന്നുമായിരുന്നു ശബ്ദ സന്ദേശം. അതോടൊപ്പം തന്നെ കൊടിസുനി വയനാട്ടിൽ നടത്തിയ പാർട്ടിയെക്കുറിച്ചും പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. വിവരങ്ങളുമായി രമ്യ ദാസ് ചേരുകയാണ്. രമ്യ, വളരെ നിർണായകമായ ശബ്ദ സന്ദേശമാണത്. അതിൽ കൊടിസുനി മുതൽ മറ്റ് പലരും ഈ ശബ്ദ സന്ദേശത്തിൽ അവരുടെ പേര് പരാമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏത് രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്? രാഖി, ഈ താമരശ്ശേരി കൈതപ്പൊയിൽ ഫ്ളാറ്റിനുള്ളിലായിരുന്നു ഈ ഹസ്ന എന്ന യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്നാണ് ഈ ദിവസങ്ങൾക്ക് ശേഷം ഈ യുവതിയുടെ ശബ്ദ സന്ദേശം പുറത്തു വരുന്നത്. ഇതിലാണ് ഇത്തരത്തിൽ TP വധക്കേസ് പ്രതിയായിട്ടുള്ള കൊടിസുനിയുടെയും അതുപോലെ തന്നെ താമരശ്ശേരിയിലെ മറ്റൊരു ഗുണ്ടയായിട്ടുള്ള ഷിബുവിൻ്റെ എല്ലാം പേരുകൾ പരാമർശിക്കുന്നത്. ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ ഇവരിലേക്ക് കൂടി ഈ പോലീസിൻ്റെ അന്വേഷണം വ്യാപിക്കുന്നത്. അതായത് ഈ യുവതിയുടെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് ഈ ആദിലിന് ഇത്തരത്തിൽ കാരണം വർഷങ്ങളായി തന്നെ ലഹരി ഉപയോഗിക്കുന്ന ആളാണ് ആദിൽ. ഇയാളുടെ ലഹരി വിവരങ്ങളെല്ലാം പുറത്തുവിടും എന്നുള്ള തരത്തിലുള്ള വോയിസ് ക്ലിപ്പായിരുന്നു ഇത്തരത്തിൽ പുറത്തു വന്നിരുന്നത്. അതായത് ഏതൊക്കെ ലഹരിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തുവിടും എന്നുള്ള ഒരു ശബ്ദ സന്ദേശമായിരുന്നു പുറത്തു വന്നിരുന്നത്. തൻ്റെ ഫോൺ എടുക്കണം, തൻ്റെ ജീവിതം നശിച്ചു പോയി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നത്. ഇതേ തുടർന്ന് ഈ യുവതിക്കൊപ്പം താമസിച്ചിരുന്ന ആദിലിനെ പോലീസ് വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിരുന്നു. ഇത് ഇത്തരത്തിൽ രണ്ടാം തവണയാണ് ആദിലിനെ വിളിച്ചു വരുത്തി പോലീസ് ചോദ്യം ചെയ്യുന്നത്. ഇതിന് പിന്നാലെയാണ് ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്ന ഈ TP വധക്കേസ് പ്രതിയുമായിട്ടുള്ള കൊടിസുനി അതുപോലെ തന്നെ ഷിബു എന്നിവരിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കാൻ പോലീസ് തീരുമാനിക്കുന്നത്. ഇത്തരത്തിൽ ഈ ഷിബു എന്നുള്ള വ്യക്തി ഈ താമരശ്ശേരിയിലെ ഗുണ്ടയും അതുപോലെ തന്നെ നിരവധി കേസിലെ പ്രതിയുമൊക്കെയാണ് ഈ ഷിബു. അതുപോലെ തന്നെ ഈ TP വധക്കേസിലെ പ്രതിയായിട്ടുള്ള കൊടിസുനി ഈ പരോൾ തീരുന്നതിന് മുൻപ് വയനാട്ടിൽ നടത്തിയ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ഈ പാർട്ടിയിലേക്കും കൂടി അന്വേഷണം വ്യാപിക്കുന്നുണ്ട് പോലീസ്. കാരണം ഈ പാർട്ടിയിൽ താമരശ്ശേരിയിലെ പല വ്യക്തികളും പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ അന്വേഷണം കൂടി പോലീസ് നിലവിൽ ഇപ്പോൾ വ്യാപിപ്പിക്കുന്നത്. കാരണം ഈ യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ യുവതിയുടെ കുടുംബം രംഗത്ത് വന്നിരുന്നു. കാരണം മകൾ ആത്മഹത്യ ചെയ്യില്ല, അന്ന് ഈ മരിക്കുന്നതിന് മുന്നേ തന്നെ ഈ മാതാവിനെ യുവതി വിളിച്ചിരുന്നു. അത്തരത്തിൽ കുറേ സങ്കടങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നുൾപ്പെടെയുള്ള ആ കാര്യങ്ങളുമായിട്ട് ഈ യുവതിയുടെ ബന്ധുക്കളും രംഗത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് ഇത്തരത്തിൽ ഈ കൊടിസുനിയിലേക്കും അതുപോലെ തന്നെ ഷിബുവിലേക്കുമെല്ലാം ഈ കേസിൻ്റെ അന്വേഷണം നീളുന്നത്. രാഖി, എന്തായാലും വളരെ നിർണായകമായ അന്വേഷണമാണ് ഹസ്നയുടെ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്നുള്ളതാണ്. രമ്യദാസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമുക്ക്